എങ്ങനെയാണ് സുജയ ഇവിടെയുള്ള, അതായത് ആനയ്ക്ക് യാതൊരുവിധ കുഴപ്പവും ഇല്ലായിരുന്നു, ആനയെ കുളിപ്പിച്ച് എത്തിച്ചതായിരുന്നു ക്ഷേത്രത്തിലേക്ക്, അതായത് കുളിപ്പിച്ച് വരിക്കശ്ശേരി ക്ഷേത്രത്തിൽ ഇവിടെ ആയിരുന്നു ആനയെ തളർത്തുന്നത്. ശേഷം വൈകുന്നേരം ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തിക്കേണ്ടതായിരുന്നു ആന. അതിനിടയിലാണ് ആന പെട്ടെന്ന് അക്രമാസക്തനാകുന്നത്. അതായത് പാപ്പാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണെന്നാണ് ഈ കണ്ട ചേട്ടൻ പറഞ്ഞത്. എത്ര മണിക്കായിരുന്നു ചേട്ടാ ഈ സംഭവം? ഒരു 4:30 കഴിഞ്ഞു, 5 മണിയുടെ അടുത്തായി. 5 മണിയുടെ അടുത്തായപ്പോഴാണ് ഇവർ വന്നത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്ര മണിക്കായിരുന്നു ആനയെ എത്തിക്കേണ്ടത്? 4 മണിക്ക് എത്തിയിട്ട് 5:30 നമ്മുടെ പരിപാടി. മുമ്പ് ഈ ആനയെക്കുറിച്ച്, ഈ ആനയുടെ പേര് അങ്ങനെ എന്തെങ്കിലും അറിയാം? ഒന്നും അറിയില്ല. അങ്ങനെ എന്തെങ്കിലും രാവിലെ വന്നതാണോ, ആനയെ കണ്ടതാണോ? രാവിലെ വന്നാണ്, ഒന്നും അറിയില്ല. ഉത്സവത്തിന് ഇന്നാണോ ആദ്യമായിട്ട് ആനയെ കൊണ്ടുപോകുന്നത്? അതെ. ക്ഷേത്രത്തിൽ ഒരു ആനയെ കണ്ടു. അമ്പലത്തിൽ ആനയാണ് ഇവിടെ വന്നാൽ, അവിടെ സൗകര്യമില്ലാണ്ട് ഇവിടെ വന്നതാണ്. ഇവിടെ അതായത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആനയെ പരിപാലിക്കാനുള്ള സൗകര്യമില്ലാത്തതിനാലാണ് വരിക്കാശ്ശേരി ക്ഷേത്രത്തിലേക്ക് ഇവിടെ കൊണ്ടുവന്നത്. ഈ കുളിപ്പിച്ച് വെള്ളം കൊടുക്കുമ്പോഴാണ് ആന ഈ രീതിയിൽ അക്രമാസക്തനാകുന്നതും. തുടർന്ന് പാപ്പാനോടായിരുന്നു ആദ്യത്തെ കലി കാണിച്ചത്. പക്ഷേ കഷ്ടിച്ചാണ് പാപ്പാൻ രക്ഷപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ആന അതായത് അടുക്കാൻ പോകുന്ന ആളുകളിലേക്ക് ചീറിപ്പായുന്ന ഒരു ആനയാണ് കാണുന്നത്. വലിയ രീതിയിൽ അക്രമാസക്തനാകുന്നു ആളുകൾ. അതെ സുജയ, അതായത് നമ്മൾ മാറി നിൽക്കുകയാണ്. ഇവിടെയുള്ള ആളുകളും നമ്മളോട് ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യുന്ന ആവശ്യത്തിൽ അങ്ങോട്ട് പോരുതെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാറിയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ആളുകളുടെയും കൂടാതെ എലിഫൻറ്റ് സ്ക്വാഡും എത്തി വലിയ രീതിയിൽ പ്രയത്നിക്കുന്നുണ്ടെങ്കിലും ആനയുടെ അടുത്തേക്ക് ഒരു രീതിയിലും അടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഒരു തവണ ഈ ആനയെ തളച്ചിരുന്നു, പക്ഷേ അവിടുന്ന് വീണ്ടും ആന അക്രമാസക്തനാകുന്നു. ഈ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതെ സുജയ, നമുക്ക് പാപ്പാൻ്റെ വിശദീകരണത്തിലേക്കൊന്നും, അതായത് അവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട്, അതായത് ആനയെ തളയ്ക്കാനുള്ള പരിശ്രമത്തിലാണുള്ളത്. നമ്മൾ ഇവിടെയുള്ള ആളുകൾ അതായത് അമ്പലവുമായി ബന്ധപ്പെട്ട ആളുകൾ വ്യക്തമാക്കുന്നത് യാതൊരുവിധ കുഴപ്പവും ഇല്ലായിരുന്നു ആനയ്ക്ക്. ഇന്ന് വൈകുന്നേരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആനയെ എത്തിക്കേണ്ടതായിരുന്നു. അവിടെ ഉത്സവ പരിപാടികളുമായി ബന്ധപ്പെട്ട് ആനയെ 4:30 സമയത്താവുമ്പോൾ ക്ഷേത്രത്തിൽ എത്തിക്കേണ്ടതായിരുന്നു. ഇതിനെ തുടർന്ന് എത്താത്തതായി വന്നതോടെയാണ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിത്തുടർന്നത്. ആ സമയത്താണ് ആന ഇത്തരത്തിൽ അക്രമാസക്തമാകുന്ന കാഴ്ച കൂടുതൽ ആളുകൾ കാണുന്നത്. ആദ്യഘട്ടത്തിൽ ആനയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അതായത് കുളിപ്പിച്ചു കൊണ്ടുവന്നു, ആനയെ എല്ലാ രീതിയിലും പരിചരിച്ചു, ആനയ്ക്ക് വെള്ളം കൊടുക്കുന്നു. ആ സമയത്താണ് പാപ്പാനോട് ആന വലിയ രീതിയിൽ കലി കാണിക്കുന്നു. തുടർന്ന് പാപ്പാനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തി. കഷ്ടിച്ച് പാപ്പാൻ രക്ഷപ്പെട്ടതാണെന്നാണ് കണ്ടുനിന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ആനയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീരെ ക്ഷമയില്ലാതെ, അതായത് അടുത്തേക്ക് ആനയെ എത്തുന്നവർ, അതായത് ആക്രമിക്കാൻ ചെല്ലുന്ന ആളുകളാണെന്നായിരിക്കാം ആന കരുതുന്നത്. എന്തു തന്നെ ആയാലും വലിയ രീതിയിൽ ആന അക്രമാസക്തമാവുകയാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മരത്തിന് ചുറ്റുമായിട്ടാണ് ആനയുള്ളത്. നേരത്തെ വരിക്കശ്ശേരി ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് മതിലിടിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആളുകളെല്ലാം ഈ ആനയെ കൂടുതൽ അങ്ങോട്ടേക്ക് മാറ്റി വിടുകയായിരുന്നു. കൂടാതെ ഇപ്പോൾ കൂടുതൽ ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. എലിഫൻറ്റ് സ്ക്വാഡും ബന്ധപ്പെട്ട പോലീസും എല്ലാവരും തന്നെ വലിയ രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്.